അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ട്രിഗണോമെട്രി ഫങ്ഷൻസ് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും നമുക്കറിയാം. സൈൻ എക്സിൻ്റെ മൈനസ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ സൈൻ എക്സ്. ബാക്കി 4 എണ്ണം അവിടെ വെച്ചിരിക്കാം. ഇതുവരെ നമ്മൾ ഇൻ്റഗ്രേഷൻ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ടാൻ എക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതും കാണിച്ചു തരാം. ഇത് കാണാതെ പഠിക്കുകയും വേണം. തുടക്കത്തിൽ ഞാൻ ചെയ്യുന്നത് ഒന്നുമല്ല, ടാൻ എക്സിനെ നമുക്ക് മാറ്റി എഴുതാവുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നാണ്. അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൻ്റെ മെയിൻ ഐഡിയ പറഞ്ഞു. നിങ്ങൾ എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഇൻ്റഗ്രൽ അവിടെ വേണമെന്ന്. അപ്പോൾ കുട്ടികൾ നോർമലി ആലോചിക്കുന്നുണ്ട്, സൈൻ എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് ഉണ്ടല്ലോ, അങ്ങനെ ആലോചിക്കാം. ചെയ്യരുത്. കാരണം കോസ് എക്സ് താഴെയാണ്, അല്ലെങ്കിൽ 1 കോസ് എക്സ് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലാതെ വെറും കോസ് എക്സ് അല്ല. സോ നമുക്ക് ഡെറിവേറ്റീവ് മുകളിലും താഴെ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഡെറിവേറ്റീവ് മുകളിലുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ട്രാക്കിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അതിൻ്റെ ലോജിക്ക് എന്നുള്ളത്. ഇപ്പോൾ സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് താഴെയാണുള്ളത്. പക്ഷേ തിരിച്ച് കോസ് എക്സ് ചെയ്താലോ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആയിക്കോട്ടെ, ഒരു മൈനസ് അല്ലേ അധികം ഉള്ളൂ. കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് മുകളിലുണ്ട്. സോ കോസ് എക്സ് ഈക്വൽ ടു യു എന്ന് കൊടുക്കാം. തിരിച്ച് കൊടുക്കരുത്, ആൻസർ കിട്ടില്ല. ഞാൻ കോസ് എക്സ് ഈക്വൽ ടു യു എന്ന് കൊടുത്തു. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ഒരു ഡി എക്സും കൂടെ എഴുതി കൊടുത്തു, അപ്പുറത്തെ ഡി യു. ഇനി മൈനസിനും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം, കാരണം നമ്മുടെ അടുത്തുള്ളത് സൈൻ എക്സ് ഡി എക്സ് ആണ്. സോ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു. ഇത് നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതുപോലെ കോസ് എക്സിന് പകരം യു എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഈ സൈൻ എക്സ് ഡി എക്സ് മൊത്തം മാറ്റിയിട്ട് എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? മൈനസ് ഡി യു എന്നാവാം അല്ലേ. താഴത്തെ കോസ് എക്സോ, കോസ് എക്സ് യു എന്ന് കൊടുക്കാം. സോ ഈ മൈനസ് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന് വരും, അല്ലെങ്കിൽ 1/u അല്ലേ. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താ? ലോഗ് മോഡ് എക്സാണ്. അപ്പം മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് പറയാം. ഓക്കെ, സോറി, എക്സ് അല്ല, നമ്മുടെ യു ആണല്ലോ അല്ലേ, യു ആണ്. ശരി, ഇനി നമുക്കിത് ഒന്ന് നന്നാക്കി എഴുതാം. യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് കൊടുക്കാം. ലോഗ് മോഡ് യു എന്താ? കോസ് എക്സ് ആണ്. ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി. ഇപ്പം നമുക്ക് ആൻസർ കിട്ടിയത് മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് ആണ്. ആൻസർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോമിലേക്ക് ഇത് മാറ്റാം. ഓക്കെ, അതെങ്ങനെയെന്ന് കൂടെ കാണിച്ചു തരാം. ഇതല്ല നമ്മൾ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലായിട്ട് പറയാറുള്ളത്. സോ നമുക്കറിയാവുന്നൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. ഇതാണ് ആ പ്രോപ്പർട്ടി. മൈനസ് ലോഗ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് 1/x ആണ്. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 0 ഇട്ട് കൊടുക്കാമല്ലോ. 0 മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി എന്ന് എഴുതാമല്ലോ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് 1 ആണ്. ലോഗ് 1ൻ്റെ വാല്യൂ 0 അല്ലേ. മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി. അതിൽ ലോഗ് 1 മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് അല്ലേ. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ ബൈ ബി അല്ലേ. അപ്പോൾ ലോഗ് 1 കോസ് എക്സ് എന്ന് എഴുതാം. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് സി. ഇനി എന്താ 1 കോസ് എക്സ്? സീക്ക് എക്സ് അല്ലേ. അപ്പോൾ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. ഇതാണ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഓക്കെ, സീക്കാണ് വരുന്നത്. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എങ്ങനെ വന്നു എന്നുള്ളതും പഠിക്കണം, ഫൈനൽ ആൻസറും കാണാതെ പഠിക്കണം. ഇതുപോലെ നമുക്ക് കോട്ട് എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സും കൂടെ നോക്കാം.